നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ചർച്ച ചെയ്യുന്നത്. സന്താൻ കോ സ്വവലംബി ഭർ ബനാനാ ഹി പര്യാപ്ത് ഹെ. മലയാളത്തിൽ ഏകദേശം പറഞ്ഞാൽ മക്കളെ സ്വയം പര്യാപ്തരാക്കിയാൽ മാത്രം മതി, അല്ലേ? അങ്ങനെ ഒരു അർത്ഥം വരുന്ന ആശയമാണ്. അതെ, വളരെ ശരിയാണ്. അപ്പോ ഈ പുസ്തകത്തിൽ മാതാപിതാക്കളുടെ റോൾ എന്താണ്, കുട്ടികളെ എങ്ങനെ അവരുടെ കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കാം, പിന്നെ അതിനുമപ്പുറം സമൂഹത്തോട് നമുക്കുള്ള ചില കടമകൾ, ഇതൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്. നമുക്ക് ഈ ചിന്തകളിലേക്കൊന്ന് ആഴത്തിൽ പോയി നോക്കാം. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന ആശയങ്ങൾ, ഇന്നത്തെ കാലത്ത് ഇതിനെന്ത് പ്രസക്തിയാണുള്ളത് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ നല്ല ചിന്തകളെ ക്രിയാത്മകമായി മനസ്സിലാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം തന്നെ മാതാപിതാക്കളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കടമകൾ, അതിൽ നിന്ന് തുടങ്ങാം. എന്താണ് പുസ്തകം ഇതിനെപ്പറ്റി പറയുന്നത്? തീർച്ചയായും. ഒരു കുട്ടി ജനിക്കുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് ചില ചുമതലകൾ വരുന്നുണ്ട്. മക്കളെ നന്നായി നോക്കുക, സ്നേഹം കൊടുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം അതൊക്കെ ഉറപ്പാക്കുക. പിന്നെ നല്ല വിദ്യാഭ്യാസം നൽകുക, ഭാവിയിൽ അവർക്കൊരു ജീവിതം കണ്ടെത്താൻ, ഒരു വരുമാനമാർഗമുണ്ടാക്കാനൊക്കെയുള്ളൊരു സാഹചര്യം ഒരുക്കുക, പിന്നെ വിവാഹം പോലുള്ള കാര്യങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി ആയിട്ട്, അടിസ്ഥാന കടമയായിട്ടാണ് ഈ പുസ്തകം കാണുന്നത്. കുട്ടികൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊരു പ്രാപ്തി വരുന്നതുവരെ ഈ പിന്തുണ വേണം, അത്യാവശ്യമാണ്. ശരി. പ്രത്യേകിച്ച് ആ കുട്ടിക്കാലത്തും കൗമാരത്തിലും നല്ല പോഷകാഹാരം, അത്യാവശ്യം വേണ്ട വസ്ത്രം, പഠിക്കാനുള്ള സൗകര്യം, പിന്നെ അസുഖം വന്നാൽ ചികിത്സ, അതൊക്കെ ഉറപ്പാക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, അവർ ശാരീരികമായും മാനസികമായും ശക്തരാകണം. ഭാവിയിൽ സ്വന്തം ജീവിതം നയിക്കാൻ അവർക്ക് കഴിയണം. ആ ഒരു അടിത്തറയുണ്ടാക്കുക, അതാണ് പ്രധാനം. അപ്പോ ഈ പറയുന്ന ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ഈ ഭൗതിക കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതിയോ? അതോ അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതില്, നല്ല ഗുണങ്ങൾ വളർത്തുന്നതിലൊക്കെ മാതാപിതാക്കൾക്കൊരു പങ്കുണ്ടോ? ഓ, വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്. തീർച്ചയായും പങ്കുണ്ട്. പുസ്തകം അതും പറയുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വെറും അറിവ് മാത്രമല്ലല്ലോ, നല്ല മൂല്യങ്ങൾ, നല്ല ശീലങ്ങളൊക്കെ പഠിപ്പിക്കണം. അതുപോലെ കുട്ടികൾക്ക് ഉല്ലസിക്കാനും വിനോദത്തിനും അവസരം വേണം. പക്ഷെ അത് ആരോഗ്യകരമായ രീതിയിലായിരിക്കണം. പിന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ നല്ല വശങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയൊരു നല്ല അന്തരീക്ഷം, ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് വീട്ടിലുണ്ടാക്കിയെടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. കുട്ടികളിൽ നല്ല ഗുണങ്ങൾ വളരാൻ അത് സഹായിക്കും. ശരിയാണ്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തരുത് എന്ന് പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം നല്ല ശീലങ്ങൾ ചെറുപ്പത്തിലേ കിട്ടിയാൽ അത് ഭാവിയിലേക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ, ഇത് എപ്പോഴെങ്കിലും അവസാനിക്കുമോ, അതോ ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ തുടരുമോ? മാതാപിതാക്കളുടെ ഈ പ്രധാന കടമ എവിടെ വെച്ചാണ് ഒരു തരത്തിൽ പൂർത്തിയാകുന്നത്? പുസ്തകം അതിനൊരു അതിർവരമ്പ് വെക്കുന്നുണ്ടോ? ഉണ്ട്. അതൊരു പ്രധാന ചിന്തയാണ് പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വ്യക്തമായ കാഴ്ചപ്പാടിലുണ്ട്. മക്കൾ പഠിച്ചു, സ്വന്തമായൊരു ജോലി കണ്ടെത്തി, വരുമാനം നേടാൻ തുടങ്ങി, സ്വന്തം കുടുംബം നോക്കാൻ പ്രാപ്തരായി. അങ്ങനെ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശക്തരാകുമ്പോൾ, ആ ഒരു ഘട്ടത്തിൽ മാതാപിതാക്കളുടെ നേരിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഒരു വലിയ അളവ് വരെ പൂർത്തിയായി എന്ന് പുസ്തകം പറയുന്നു. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഓക്കെ. അതെ, ആശ്രയിക്കുക, അതൊന്നും അത്ര ആരോഗ്യകരമല്ല. മക്കൾ സ്വയം പര്യാപ്തരായാൽ പിന്നെ വേണ്ടതെന്താണ്? സ്നേഹത്തോടെയുള്ള ഒരു ഗൈഡൻസ്, ഒരു മാർഗനിർദ്ദേശം, ആവശ്യമെങ്കിൽ നല്ല ഉപദേശം കൊടുക്കാം, ഒരു വഴികാട്ടിയായി കൂടെ നിൽക്കാം. അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുകയല്ല വേണ്ടത്. മനസ്സിലായി. അതായത് കിളിക്കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിച്ചു വിടുന്നതുപോലെ മക്കളെ സ്വന്തം ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കിയ ശേഷം മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ അവസരം കിട്ടുന്നു, അല്ലേ? പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്താം. അതെ, അതാണ് പുസ്തകം പറയുന്ന പ്രധാന കാര്യം. ഈ മനുഷ്യജന്മം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്, ഒരവസരമാണ്. നമ്മുടെ ജീവിതം മുഴുവൻ മക്കളെ നോക്കി അവരെ ലാളിച്ചിരിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങേണ്ടതൊന്നല്ല. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തോടുള്ള കടമ. സമൂഹത്തോടുള്ള കടമ അതെങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം, ജോലി, സൗകര്യങ്ങൾ, എന്തിനേറെ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ സമൂഹത്തിന്റെ ഒരു പിന്തുണ കൊണ്ടാണ്, അല്ലേ? ശരിയാണ്.
അപ്പോ തിരിച്ചും നമ്മൾ ആ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആചാര്യ പറയുന്നത് ഈ ലോകം വിടുന്നതിനു മുൻപ് നമുക്ക് കഴിയുന്ന രീതിയിൽ ആ ഒരു കടം വീട്ടാൻ ശ്രമിക്കണമെന്നാണ്. അത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകും. ഈ ആശയം നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഇതിന് സമാനമായ ചിന്തകളുണ്ടോ? ഓ, തീർച്ചയായും. പുസ്തകം വാനപ്രസ്ഥ ആശ്രമം എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയകാലത്ത് ജീവിതത്തിലെ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ, അതായത് മക്കളെ വളർത്തി വലുതാക്കി അവരവരുടെ ജീവിതം തുടങ്ങാൻ സഹായിക്കുക എന്നതൊക്കെ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് വാനപ്രസ്ഥത്തിൽ, തങ്ങളുടെ കയ്യിലുള്ള സമയം, ഊർജം, അറിവ്, സമ്പത്ത് ഒക്കെ ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി, സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നതായിരുന്നു ആ സങ്കല്പം. ഇത് നമ്മുടെ ഭാരതീയ ധർമ്മത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഈശ്വരനോടുള്ള ഒരു നന്ദി പ്രകാശനം കൂടിയായിട്ടാണ് പണ്ടുള്ളവർ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതോ, ചിലപ്പോൾ മക്കൾ നല്ല നിലയിലെത്തിയാലും മാതാപിതാക്കൾ അവരുടെ കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമ്പാദ്യമെല്ലാം അവർക്കു വേണ്ടി മാത്രം സൂക്ഷിവെക്കുന്ന ഒരു രീതി കാണാറുണ്ടല്ലോ. ഇതിനെ പുസ്തകം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, അവിടെയാണ് ഈ മോഹം, അതായത് അമിതമായ ഒരു ബന്ധനം, ഒരു പ്രശ്നമായി വരുന്നത്. ഇത് സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ആ വ്യക്തിക്കും നല്ലതല്ല, സമൂഹത്തിനും അത്ര ഗുണകരമല്ല എന്നാണ് പുസ്തകം പറയുന്നത്. ഉദാഹരണത്തിന്, മക്കള് സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരുടെ പണത്തിൽ അവകാശവാദം ഉന്നയിക്കുക, അല്ലെങ്കിൽ പേരക്കുട്ടികളെ നോക്കുന്നു എന്ന പേരിൽ അവരിൽ നിന്ന് അമിതമായി എന്തെങ്കിലും പ്രതീക്ഷിക്കുക, ഇതൊക്കെ ചിലപ്പോൾ ഒരു ഭാരമായേക്കാം. ശരിയാണ്. ആരോഗ്യകരമായ ഒരു പരസ്പരാശ്രയത്വം വേറെ, മറ്റൊരാൾക്ക് ഭാരമാകുന്ന രീതിയിലുള്ള ആശ്രയത്വം വേറെ. അതിനൊരു ബാലൻസ് വേണം. അതുപോലെ ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നതിനെയും പുസ്തകം വേറൊരു രീതിയിൽ കാണുന്നുണ്ട്. നമ്മൾ എന്ത് നേടിയാലും അതിനൊരു പരിധിവരെ കാരണം ഈ സമൂഹമാണ്, സമൂഹം തന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് തിരിച്ച് സമൂഹത്തിന് കൊടുക്കുന്നതിനും ഒരു യുക്തിയുണ്ട്. പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിനാണ് വില. വെറുതെ കിട്ടുന്ന വലിയ സ്വത്തൊക്കെ ചിലപ്പോൾ മക്കളെ അലസരാക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ചിന്തയും പങ്കുവയ്ക്കുന്നുണ്ട്. സ്വന്തമായി നേടുമ്പോഴാണ് അതിൻ്റെ വിലയറിയുന്നത്. പണ്ടുകാലത്ത് ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നോ കാര്യങ്ങൾ? പഴയ ഭാരതത്തിലെ രീതികളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. പുസ്തകത്തിൽ സൂചനകളുണ്ട്. പണ്ട് മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയാൽ മാതാപിതാക്കളുടെ പ്രധാന കടമ കഴിഞ്ഞു എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതിനുശേഷം കയ്യിലുള്ള സമ്പത്തും സമയവുമൊക്കെ കൂടുതലും ദാനം ചെയ്യാനും പൊതുവായ കാര്യങ്ങൾക്കും പുണ്യപ്രവൃത്തികൾക്കുമാണ് ഉപയോഗിച്ചിരുന്നത്. സ്വത്തിലിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന രീതി കുറവായിരുന്നു. അത് സമൂഹത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു. ആ ഒരു കാഴ്ചപ്പാട് വളരെ വലുതാണല്ലേ. വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇന്ന് ഒരുപക്ഷെ ചില മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ പോലും എല്ലാം മക്കൾക്ക് എന്നൊരു ചിന്താഗതിയിൽ നിന്നും മാറി ചിന്തിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായും അതൊരു പ്രധാന ചിന്തയാണ്. രാഷ്ട്രം, നമ്മുടെ ധർമ്മം, സമൂഹം, സംസ്കാരം, പിന്നെ സ്വന്തം ആത്മീയമായ വളർച്ച, ലോകത്തിന്റെ പൊതുവായ നന്മ, ഇങ്ങനെ എത്രയോ വലിയ കാര്യങ്ങളുണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ. നമ്മുടെ ശ്രദ്ധ മുഴുവൻ സ്വന്തം കുടുംബം എന്ന ആ ഒരു ചെറിയ വൃത്തത്തിൽ മാത്രം ഒതുക്കുന്നത് ശരിയല്ല. പുസ്തകത്തിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. മക്കളില്ലാത്ത ചിലർ അവരുടെ സ്വത്ത് ആർക്കും കൊടുക്കാതെ ഒരു പാമ്പ് നിധിക്ക് കാവലിരിക്കുന്നത് പോലെ സൂക്ഷിക്കുന്നുവെന്ന്. അത് ആ ഒരു സങ്കുചിത മനോഭാവത്തിന്റെ പ്രശ്നമാണ് കാണിക്കുന്നത്. അപ്പോ എന്താണ് ഏറ്റവും നല്ല വഴി? ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ശ്രേഷ്ഠമായ മാർഗം എന്ന് പറയാവുന്നതെന്താണോ? മക്കളെ നന്നായി വളർത്തുക, സ്നേഹം കൊടുക്കുക, അവരെ സ്വയം പര്യാപ്തരാക്കുക, ആ കടമ ഭംഗിയായി നിറവേറ്റുക. അതിനുശേഷം മാതാപിതാക്കളുടെ കയ്യിൽ ബാക്കി വരുന്ന സമയം, ആരോഗ്യം, കഴിവുകൾ, അറിവ്, സമ്പത്ത്, ഇതൊക്കെ കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുക. അതായത് ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി, സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ക്രിയാത്മകമായി ഉപയോഗിക്കുക. ഇതാണ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ പ്രധാന സന്ദേശം. ഇത് വെറുമൊരു സോഷ്യൽ സർവീസ് മാത്രമല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ മനസ്സിനും ആത്മാവിനും ഒരു സന്തോഷവും സംതൃപ്തിയും നൽകും. സ്വന്തം കുടുംബം എന്ന ആ ഒരു ചിന്തക്കപ്പുറത്തേക്ക് നമ്മുടെ സ്നേഹവും കരുതലും വളരും. അങ്ങനെ നമ്മൾ സമൂഹത്തിനും അടുത്ത തലമുറയ്ക്കും നല്ലൊരു മാതൃകയായി മാറും. ഇത്തരം ഇടുങ്ങിയ ചിന്തകൾ വിട്ട് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈശ്വരൻ എല്ലാവർക്കും നല്ല ബുദ്ധി തരട്ടെ എന്നൊരു പ്രാർത്ഥനയോടെയാണ് ആചാര്യ ഈ വിഷയം പറഞ്ഞു നിർത്തുന്നത്. വളരെ നല്ല ചിന്തകൾ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം.
മക്കളെ സ്നേഹത്തോടെ വളർത്തുക, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക. അതോടെ നിങ്ങളുടെ പ്രധാനപ്പെട്ടൊരു കടമ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഊർജവും സമയവും സമ്പത്തും വെറുതെ കളയാതെ അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതെ, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളും സാമൂഹികമായ കടമകളും തമ്മിൽ നല്ലൊരു ബാലൻസ് കണ്ടെത്തണം. അത് വളരെ പ്രധാനമാണ്. അത് വ്യക്തിക്കും നല്ലതാണ്, സമൂഹത്തിനും നല്ലതാണ്. ഒരുമിച്ച് വളരാൻ അത് സഹായിക്കും. തീർച്ചയായും. ഈ ചർച്ചയിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരുപക്ഷേ കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ കടമകൾ നിറവേറ്റുന്നതോടൊപ്പം നിങ്ങളുടെ കഴിവും സമയവും എങ്ങനെ സമൂഹത്തിന് ഒരു നല്ല കാര്യത്തിനായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിന് എന്ത് സംഭാവന നൽകാൻ കഴിയും? അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കുക, വളരുക.